അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിചരാചരങ്ങൾ മുഴുവനും ഏറ്റവും കൂടുതലും സന്തോഷത്തിലായ ഒരു സമയത്തിലാണല്ലോ നാം ഓരോരുത്തരും ഉള്ളത്. ലോകത്തിലുള്ള സർവ്വ സൃഷ്ടിചരാചരങ്ങളും ഒരു സൃഷ്ടിയുടെ സൃഷ്ടിപ്പിന് വേണ്ടി സൃഷ്ടാവിലേക്ക് സാഷ്ടാംഗം അർപ്പിച്ച ഒരു മനോഹരമായ മുഹൂർത്തമാണ് നമ്മുടെ ജീവിതത്തിൽ നിന്നും വിട പറഞ്ഞു പോയത്. ലോകത്തിലുള്ള മുഴുവൻ സൃഷ്ടിചരാചരങ്ങളെന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ മറ്റുള്ള ഒരു കർമ്മങ്ങളും മറ്റുള്ള ഒരു കാര്യങ്ങളും ചെയ്യാതെ അള്ളാഹുവിൻ്റെ കൂടെ തന്നെ നിൽക്കുന്ന മുഖറബീങ്ങളായ ഒരുപാട് മലക്കുകളുണ്ട്. അവർ ഉൾപ്പെടെയുള്ള അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ ഏറ്റവും കൂടുതലും സന്തോഷത്തിലായ നിമിഷമാണ് പരിശുദ്ധമാകുന്ന റബീഇൻ്റെ പൊൻവസന്തം എന്ന് അഇമ്മത്തുകൾ നാം ഓരോരുത്തരെയും പഠിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഹബീബായ പ്രവാചകനെ നാം സ്നേഹിക്കണമെന്ന് പ്രഭാഷണങ്ങളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും മറ്റുള്ള വാറോലകളിലൂടെയും എല്ലാം നാം തെളിവ് നിരത്തിക്കൊണ്ട് സംസാരിക്കുമ്പോൾ എന്തിൻ്റെ പേരിലാണ്, എന്ത് കാരണത്താലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം അകമഴിഞ്ഞ് സ്നേഹിക്കേണ്ടതെന്ന് നാം ചിന്തിക്കണം. നമ്മുടെ ഉമ്മയെക്കാളും വാപ്പയെക്കാളും നമ്മുടെ സ്വത്ത് വകകളെക്കാളും എല്ലാം ആ ഹബീബായ പ്രവാചകനെ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ അതിൻ്റെ വസ്തുത എന്താണ്, അതിൻ്റെ അടിസ്ഥാനം എന്താണ് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ അടിസ്ഥാനം ബഹുമാനപ്പെട്ട അഇമ്മത്തുകൾ അവിടുന്ന് പഠിപ്പിച്ചു തരുന്നത് മറ്റൊരു കാര്യവുമല്ല, അൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം. അൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം സ്നേഹിക്കണമെന്ന് പറയുന്നതിൻ്റെ ഒന്നാമത്തെ കാര്യം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ഏറ്റവും നല്ല വഴികാട്ടിയാണ്. അൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം. ചൊവ്വായ വഴിയിലേക്ക്, നേരായ പാതയിലേക്ക് നമ്മൾ ഓരോരുത്തരെയും വഴി നടത്തിയതായ ഏറ്റവും നല്ല ഹാദിയാണ്, സന്മാർഗിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ള സത്യവിശ്വാസികളെ, ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായതിനു ശേഷം 600 വർഷം കഴിഞ്ഞിട്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തിലേക്ക് പ്രബോധന ദൗത്യവുമായി കടന്നു വന്നത്. ഈ 600 വർഷ കാലയളവിൽ ഒരുപാട് പുത്തൻ വാദങ്ങളും ഒരുപാട് ബിദ്അത്തുകളും ഒരുപാട് വിഡ്ഢിത്തം നിറഞ്ഞ ആശയങ്ങളും വാദങ്ങളുമായി ഒരുപാട് ആളുകൾ മക്കയുടെയും മറ്റുള്ള ലോകത്തിന്റെ വിവിധ തലങ്ങളിൽ തലപൊക്കിയ സാഹചര്യമുണ്ടായിരുന്നു. നമുക്കറിയാമല്ലോ പ്രിയമുള്ളവരെ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ മകനാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ സന്തതിയാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദൈവമാണ്. അങ്ങനെയുള്ള ഒരുപാട് വാദങ്ങൾ. അതിനും പുറമെ അള്ളാഹുവിന് കൈയുണ്ട്, അള്ളാഹുവിന് കാലുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇരിപ്പിടമുണ്ട്. അങ്ങനെയെല്ലാം അംഗവാദങ്ങളുമായി കടന്നു വന്ന ആളുകളും ഈ 600 വർഷത്തിന്റെ ഇടയിൽ തലപൊക്കിയതായ സാഹചര്യം കടന്നു വന്നപ്പോൾ ഏതാണ് സത്യദീനെന്നറിയാതെ പകച്ചുപോയി നിൽക്കുകയാണ് ലോകം മുഴുവനും. ആര് പറയുന്നതാണ് സത്യം, ആരെയാണ് ഞങ്ങൾ ഉൾക്കൊള്ളേണ്ടത്, ആരെയാണ് ഞങ്ങൾ പിൻപറ്റേണ്ടതെന്നുള്ള ഏറ്റവും വലിയ ചോദ്യചിഹ്നവുമായി ലോകം ഇങ്ങനെ ആശങ്കയിലും ചോദ്യത്തിലുമായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം സംഭവിക്കുന്നത്. ആ ജനനം വല്ലാത്തൊരു ജനനമായിരുന്നു. ഇന്നേ വരെ ഒരാളും കാണാത്ത, ഒരു ദൃഷ്ടാന്തങ്ങളിലൂടെയും തെളിയാത്ത അത്ഭുതകരമാകുന്ന ഒരുപാട് സംഭവ വികാസങ്ങൾ കൂട്ടിയിണക്കപ്പെട്ട് അത്യുത്കൃഷ്ടമായ ഒരു സൃഷ്ടിപ്പായിരുന്നു റബീഉൽ അവ്വൽ 12-ന് 1500 വർഷങ്ങൾക്ക് മുമ്പ് ആ മക്കയുടെ പ്രവിശാലമാകുന്ന സന്ധിയിൽ നടന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, ഏറ്റവും വലിയ കാരണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇബാദത്ത് പഠിപ്പിച്ചു തന്നത് ബഹുമാനപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതിനു മുമ്പ് നമുക്ക് നിസ്കരിക്കാൻ അറിയില്ല. അള്ളാഹു ആണ് നമ്മുടെ ഇലാഹെന്ന് പോലും നമുക്കറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. അല്ലാഹുവിലേക്കാണ് നാം സാഷ്ടാംഗം വഹിക്കേണ്ടത്. അല്ലാഹുവിലേക്കാണ് നമ്മൾ ബഹുമാനങ്ങൾ അർപ്പിക്കേണ്ടത് എന്നൊന്നും നമുക്കറിയില്ല.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമുക്ക് വഴികാട്ടിയായി സന്മാർഗിയായി കടന്നു വന്നത്. അൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം, നേരായ പാത കാണിച്ചു തന്നവർ. നബി തങ്ങളുടെ കാലത്തിൽ തന്നെ പുത്തനാശയങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള മോശമായ വഴി കാണിച്ചു തരുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. മുഹമ്മദ് നബിക്ക് ശേഷം വേറൊരു നബിയുണ്ട്, അല്ലെങ്കിൽ മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിൽ തന്നെ മറ്റൊരു നബി കടന്നു വന്നു. ഇങ്ങനെയെല്ലാം പല വാദങ്ങളുമായി പല തലങ്ങളിൽ പല ആളുകൾ തലപൊക്കിയപ്പോഴെല്ലാം യഥാർത്ഥ ദീനുൽ ഇസ്ലാം കാണിച്ചു തന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അപ്പോൾ അൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം, നിങ്ങളുടെ ചൊവ്വായ വഴി കാണിച്ചു തന്ന ആ പ്രവാചകനെ നിങ്ങൾ ഹുബ്ബ് വെക്കണം, ആ പ്രവാചകനെ നിങ്ങൾ സ്നേഹിക്കണം. ഒന്നാമത്തെ കാര്യം പ്രിയമുള്ളവരെ അതാണ്. കാരണം എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നല്ലേ നിസ്കരിക്കാൻ, നബി തങ്ങൾ പറഞ്ഞല്ലേ നോമ്പെടുക്കാൻ, നബി തങ്ങൾ പറഞ്ഞു തന്നല്ലേ ഓരോ കാര്യങ്ങളും ഓരോ ഇബാദത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ് പറഞ്ഞു തന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ അമലുകളുടെയും ഓരോ പ്രതിഫലത്തിന്റെ ഒരു ഭാഗം മിസ്ലി സവാബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു കൊടുക്കുന്നതാണ്. നമ്മൾ ചെയ്യുന്ന ഏതൊക്കെ നല്ല കർമ്മങ്ങളുണ്ടോ അതിന്റെ ഒരു പങ്ക് മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ലോകത്തിന്റെ നേതാവേ, കാലത്തിന്റെ ചേതാവേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു കൊടുക്കുകയാണ്. കാരണം എന്തെന്നറിയുമോ? മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി. ആരെങ്കിലും ഒരു നന്മ, അതാരുമായിക്കൊള്ളട്ടെ, ആരെങ്കിലും ഒരു നന്മ ഒന്ന് കാണിച്ചു തന്നു, ഈ നന്മ കണ്ടുകൊണ്ട് വേറെ ഒരാള് അതേ നന്മ ചെയ്താൽ അവൻ പ്രവർത്തിച്ചതിന്റെ തത്തുല്യമായ പ്രതിഫലം ഈ കാണിച്ചു കൊടുത്തവനും കിട്ടുമെന്ന് ഒരിക്കൽ പോലും കളവ് പറയാത്ത ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എത്രയും ആളുകൾ ഈ പള്ളിയിലേക്ക് തൈക്കാവിലേക്ക് നമസ്കരിക്കാനും ജമാഅത്തിന് വേണ്ടി കടന്നു വരുന്നു. നമ്മൾ വീട്ടിൽ നിന്നല്ലേ വരുന്നത്, പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് വെള്ള ഉടുപ്പും തൊപ്പിയും മുണ്ടുമെല്ലാം ഉടുത്ത് നല്ല വൃത്തിക്ക് അത്തറെല്ലാം പൂശി പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ പള്ളിയിൽ പോകുന്ന വിവരം നമ്മളെ കുഞ്ഞു മക്കളും നമ്മുടെ മക്കളും എല്ലാം കാണുവാണ്. നമ്മുടെ കാലത്തിന് ശേഷം, നമ്മുടെ മരണത്തിന് ശേഷം നമ്മുടെ വീട്ടിൽ നിന്ന് എൻ്റെ ഉപ്പാപ്പ പോയ അല്ലെങ്കിൽ എൻ്റെ ഉപ്പ പോയ ആ പള്ളിയിലേക്ക് ഞാനും പോകും എന്ന് കൊച്ചുമക്കൾ ദൃഢനിശ്ചയം ചെയ്താൽ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ ഓരോരുത്തരും സൗഭാഗ്യവാന്മാരാണ്, നമ്മൾ ഭാഗ്യം ചെയ്ത ആളുകളാണ്. കാരണം നമ്മുടെ കൊച്ചുമക്കൾ നമ്മളെ കണ്ടാണ് വളർന്നത്. എൻ്റെ ഉപ്പ പോയ ആ ജമാഅത്ത് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ സുബഹിക്ക് ഞാനും പോകുമെന്ന് കുഞ്ഞുമക്കൾ അവിടുന്ന് ശപഥം ചെയ്താൽ, മൻ ദല്ല അലാ ഖൈരിൻ, ഒരു ഖൈറിന്റെ പേരിൽ ഒരാൾ അറിയിച്ചു കൊടുത്താൽ അല്ലെങ്കിൽ ആ ഖൈറിന് ഒരുത്തൻ കാണിച്ചു കൊടുത്താൽ, ആ ചെയ്തവന്റെ അല്ലെങ്കിൽ കാണിച്ചു കൊടുത്തവന് ചെയ്തവന്റെ പ്രതിഫലം മിസ്ലി സവാബ് കിട്ടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീട്ടിലേക്ക് പാവപ്പെട്ടവരാകുന്ന ആളുകൾ കൈ നീട്ടിക്കൊണ്ട് കടന്നു വരും. നമ്മുടെ മക്കളുടെ മുമ്പിൽ വെച്ചായിരിക്കും പറയുന്നത്, കയ്യിലൊന്നുമില്ല, പോയിട്ട് നാളെ വാ അല്ലെങ്കിൽ പിന്നൊരു ദിവസമാ എന്ന് മക്കളെ മുമ്പിൽ വെച്ച് പറയുമ്പം ഈ വാപ്പ ചെയ്തതുപോലെ പിൻതലമുറക്കാരനായി മകനും ചെയ്യും. അത് ഉറപ്പാണ്. കാരണം കാണിച്ചു കൊടുക്കുന്നതേ മക്കൾ ചെയ്യുകയുള്ളൂ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ ഈ പള്ളിയിൽ നിന്ന് പ്രസംഗിക്കുന്നു, എത്രയോ ഹദീസുകൾ, എത്രയോ വെള്ളിയാഴ്ച പറയുന്നു, എത്രയോ ഖുർആനിന്റെ ആയത്തുകൾ അർത്ഥം പറയുന്നു, എത്രയോ ദിക്റുകൾ നമ്മൾ പറയുന്നു. ചിലപ്പോൾ ഈ പള്ളിയുടെ ഉള്ളിൽ ഇരിക്കുന്ന ആളുകൾ അത് ഒന്ന് മനസ്സിലാക്കി ജീവിതത്തിൽ ചെയ്തില്ലെങ്കിൽ പോലും, ചെയ്യുകയില്ല എന്നല്ല പറഞ്ഞത്, ചിലപ്പോൾ ചെയ്തില്ലെങ്കിൽ പോലും എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന എത്രയോ സഹോദരിമാര് ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് താമസിക്കുന്നുണ്ട്. മുസ്ലിം സഹോദരിമാർ, അതുപോലെ തന്നെ യാത്രക്കാരാകുന്ന മുസ്ലിം സ്ത്രീകൾ, ഇവരെല്ലാം ഈ ശബ്ദം ശ്രവിക്കുന്നുണ്ടല്ലോ. ഒരു ഹദീസ് അവരുടെ ജീവിതത്തിൽ ഒന്ന് പ്രാവർത്തികമാക്കി ചെയ്താൽ അവർ ചെയ്യുന്നതിന്റെ ഒരു ചെറിയ പ്രതിഫലം എനിക്കും കിട്ടും. ഇത് ഞാൻ പറഞ്ഞതല്ല, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീട്ടിൽ ഉസ്താദന്മാരെ വിളിച്ച് യാസീൻ ഓതിപ്പിക്കുന്ന ആളുകളുണ്ട്, മൗലിദ് പാരായണം നടത്തുന്ന ആളുകളുണ്ട്. ഇവർ ഉസ്താദന്മാര് ആ മൗലിദ് ഓതുമ്പോൾ, ആ യാസീൻ പാരായണം ചെയ്യുമ്പോൾ, ആ യാസീനിന്റെയും മൗലിദിന്റെയും പ്രതിഫലം എല്ലാം ഓതിയ ഉസ്താദിനാണ് കിട്ടുന്നത്.
പിന്നെ ആ ഉസ്താദ് ആ മിസ്ലി സവാബ് ആർക്ക് വേണ്ടിയാണോ ഓതിയത് അത് ഹദിയ ചെയ്യുമ്പോഴാണ് അവർക്ക് കിട്ടുന്നത്. വീട്ടിൽ വന്ന് യാസീൻ ഓതിയാൽ തന്നെ നമ്മൾ ദുആ ഇറക്കുമല്ലോ, അല്ലാഹുമ്മ ഔസിൻ മിസ്ല സവാബി ഇല്ലേ ദുആയിലെ, അല്ലാഹുമ്മ ഔസിൻ മിസ്ല സവാബി മാ ഖറഅന, അല്ലാഹുവേ ഞങ്ങൾ ഓതിയതായ ഈ ഖിറാഅത്തിന്റെ തത്തുല്യമായ പ്രതിഫലം അവിടെയും കൊടുക്കണേ. ദുആ ഇറക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു നന്മ നമ്മൾ ചെയ്യുമ്പോൾ അത് കണ്ട് മറ്റൊരാൾ ചെയ്താൽ തത്തുല്യമായ പ്രതിഫലം നമുക്കും കിട്ടും. അതിൽ ഒരാൾക്കും ഒരു ആശങ്ക വേണ്ട. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബ്ബ് വെക്കണമെന്ന് പറഞ്ഞ രണ്ടാമത്തെ കാര്യം, വഫാത്തിന്റെ സമയത്ത് ഏറ്റവും കൂടുതലും നബി തങ്ങൾക്ക് ആവലാതിയും ആശങ്കയും ഉണ്ടായത് ഒരു കൂട്ടരെ കുറിച്ചാണ്. അത് മറ്റാരുമല്ല, സ്വന്തം കുടുംബക്കാരോ അയൽവാസികളോ അല്ലെങ്കിൽ മറ്റുള്ള സ്വത്തിന്റെ വിഷയം അതൊന്നുമല്ല. നബി തങ്ങൾക്ക് ഏറ്റവും കൂടുതലും ആവലാതി ഉണ്ടായത് ഒരു കൂട്ടരെ കുറിച്ചാണ്. അതാണ് ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നാം ഓരോരുത്തരെ കുറിച്ചുമാണ്. ഈ തളിച്ചറ പള്ളിയിലേക്ക് ജമാഅത്തിന് വേണ്ടി കടന്നു വരുന്ന നാം ഓരോരുത്തരെ കുറിച്ചുമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യനിമിഷത്തിൽ ഏറ്റവും കൂടുതലും ആവലാതിയും ആശങ്കയും പെട്ടത് എന്ന് ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്തിനാണ് ആശങ്ക? നമ്മുടെ ഭാവി ജീവിതം എങ്ങനെ? നമ്മൾ ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിലുള്ള ഓരോ ആളുകൾ അള്ളാനെ പേടിച്ചാണോ ജീവിക്കുന്നത്? ഇസ്ലാമിന്റെ നിയമവശങ്ങൾ അവർ കാറ്റിൽ പറത്തുമോ അല്ലെങ്കിൽ സ്വയം ഇഷ്ടപ്രകാരം ജീവിതം നയിക്കുമോ? ഇങ്ങനെയുള്ള ഒരുപാട് ആവലാദികളും വേവലാദികളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഫാത്തിന്റെ മുന്നാലെ കടന്നു വന്നിട്ടുണ്ടോ എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ. പ്രിയമുള്ളവരെ, നമ്മളെക്കുറിച്ച് ഓർത്ത ഒരേ ഒരു നേതാവാണ് മുഹമ്മദ് മുസ്തഫ. ആ ഹബീബായ പ്രവാചകനെ പ്രിയമുള്ളവരെ നമ്മൾ ഹബ്ബ് വെക്കണം. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതലും ആഗ്രഹിക്കുന്ന താല്പര്യപ്പെടുന്ന ഒരു വസ്തുതയാണല്ലോ ഈ അണ്ടകടാഹങ്ങളെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഇതിന്റെ സൃഷ്ടാവാകുന്ന അള്ളാഹുവിനെ ഒന്ന് കാണുക എന്നത്. അള്ളാഹുവിനെ കാണാൻ വേണ്ടി അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മിഅ്റാജ് എന്ന് പറയുന്ന ആ യാത്രയിൽ അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് കടന്നുപോയപ്പോൾ അവിടെയും ഉണർത്തുകയാണ് ഉമ്മത്ത് മുഹമ്മദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്താകുന്ന നാം ഓരോരുത്തരെ കുറിച്ചും അള്ളാഹുവിന്റെ സദസ്സിൽ അള്ളാഹുവിന്റെ മുന്നാലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർത്തുകയാണ്. എന്നിട്ട് അള്ളാഹു ഹബീബായ പ്രവാചകനോട് സലാം പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ്, അള്ളാഹുവേ എനിക്ക് മാത്രം സലാം പോരാ, അള്ളാഹുവേ നിന്നെ കാണുവാൻ വേണ്ടിയിട്ട് ഞാൻ കടന്നു വന്നത് ഒരു പ്രതിനിധിയായിട്ടാണ് കടന്നു വന്നത്. അതുകൊണ്ട് എനിക്ക് മാത്രം അള്ളാഹുവേ നിന്റെ സലാം പോരാ, മറിച്ച് നിന്നെ വിശ്വസിക്കുന്ന മക്കയിലുള്ള പാവപ്പെട്ടവരാകുന്ന കുറെ മുസ്ലിമീങ്ങളുണ്ട്. കാലഘട്ടങ്ങൾക്ക് ശേഷം കടന്നു വരാനിരിക്കുന്ന കുറെ മുസ്ലിമീങ്ങളുണ്ട്. അവർക്കും നിന്റെ രക്ഷ വേണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ നിന്നുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാം ഓരോരുത്തരെയും ഓർക്കുകയാണ്. അങ്ങനെ ഈ മൂന്ന് സന്ദർഭങ്ങൾ അത് മാത്രം മതിയല്ലോ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അത് മാത്രം മതിയല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം ഹബ്ബ് വെക്കാൻ. ഒന്നാമത് പറഞ്ഞ കാര്യം അൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം, മോശമായ ആശയങ്ങളിലേക്ക് പോകാതെ വ്യതിരിക്തമാകുന്ന ചിന്തകളിലേക്ക് തലങ്ങളിലേക്ക് കടന്നു ചെല്ലാതെ നേരായ പാത കാണിച്ചു തന്നവരല്ലേ മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ആ പ്രവാചകനെ ഞാനും നിങ്ങളും സ്നേഹിക്കേണ്ടതില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നാം ഓരോരുത്തർക്കും അറിയാം. നമ്മൾ പല പ്രാവശ്യം പല സമയങ്ങളിൽ പള്ളികളിലും അല്ലാത്ത സ്ഥലങ്ങളിലുമെല്ലാം ഹുബ്ബിന്റെ വിഷയം പറയുമ്പോൾ, മഹബ്ബത്തിന്റെ വിഷയം പറയുമ്പോൾ ഒന്നാമതായി ഉദ്ധരിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രമാണ്. ഇത്രത്തോളം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് എന്ത് ഫളിലാണുള്ളത്, എന്ത് മഹബ്ബത്തിന്റെ കഥയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ പറയാനുള്ളത്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇസ്ലാമിന്റെ ആവിർഭാവ കാലഘട്ടങ്ങളിൽ ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമാകുന്ന മക്ക മുകറമയിലേക്ക് കടന്നു പോകുന്ന സന്ദർഭത്തിൽ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്തു തൗഹീദ്
മക്കയുടെ വിരിമാറിൽ നിന്ന് ഉറക്കെ ഉച്ചരിക്കുകയാണ് മുഹമ്മദ് മുസ്തഫ. അതാ കടന്നു വരുന്നു കിങ്കരന്മാരാകുന്ന അബൂജഹലിന്റെയും ഉത്ബത്തിന്റെയും ശൈബത്തിന്റെയും കരങ്ങളിൽ നിന്ന് കല്ലുകൾ ഏറുകളായി ഹബീബായ പ്രവാചകന്റെ തല ലക്ഷ്യമാക്കി കടന്നു വരികയാണ്. കൂർത്തതായ കല്ലുകൾ. ആ കല്ലുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലയിലേക്ക് കൊള്ളുകയാണ്, ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലേക്ക് കൊള്ളുകയാണ്. വല്ലാത്ത വേദന കൊണ്ട് പുളഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരങ്ങളിൽ നിന്നും അതാ രക്തകണങ്ങൾ താഴെ കുതിർന്ന് വീഴുകയാണ്. ഈ വാർത്ത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് അത് കണ്ടുനിന്ന കുറെ സ്വഹാബാക്കൾ കൊണ്ടുവന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ജോലി അവിടെ നിർത്തിയിട്ട് പെട്ടെന്ന് ഓടിച്ചെല്ലുകയാണ്. മക്കയിലുള്ള ആ മുശ്രിക്കീങ്ങളെ കാണാൻ വേണ്ടി ഓടിച്ചെല്ലുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ കൂടിയിരുന്ന മുശ്രിക്കീങ്ങളോട് പറഞ്ഞു, നിങ്ങൾ കല്ലെറിഞ്ഞത് സാധാരണ ഒരു വ്യക്തിയല്ല, നിങ്ങൾ കല്ലെറിഞ്ഞത് സാധാരണ ഒരു വ്യക്തിയല്ല, ഈ ലോകം മുഴുവനും പടയ്ക്കാൻ കാരണദൂതനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് നിങ്ങൾ കല്ലെറിഞ്ഞത്. ഇതിന്റെ പേരിൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരുമെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മക്കയുടെ വിരിമാറിൽ നിന്നും ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത് കേട്ടുകൊണ്ട് നിന്ന ആളുകൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വല്ലാതെ ഉപദ്രവിക്കുകയാണ്. കാലുകൊണ്ട് ചവിട്ടുകയാണ്, നാക്കുകൊണ്ട് അസഭ്യം പറയുകയാണ്. എന്തൊക്കെ ഉപദ്രവങ്ങൾ അദ്ദേഹത്തിന് ഏൽപ്പിക്കാൻ പറ്റുമോ അത് മുഴുവനും ഒന്ന് വിടാതെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ ആളുകൾ ഇങ്ങനെ കുതിര കയറുകയാണ്. അവസാനം കാലുകൊണ്ട് തലയതാ തറയിൽ ചവിട്ടി പിടിച്ചിട്ട് മുഖത്തിൽ മണ്ണ് പറ്റുന്ന രൂപത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശിരസിനെ അവിടുന്ന് തറയിലേക്ക് അമർത്തി പിടിക്കുകയാണ്. അവിടുന്ന് വിളിച്ചു പറയുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഒരൽപ്പം ബോധം വന്നപ്പോൾ മർദ്ദനമേറ്റുകൊണ്ട് പ്രഹരങ്ങളേറ്റുകൊണ്ട് ബോധം നഷ്ടപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കാരുണ്യം തോന്നിയ കുറച്ച് ആളുകൾ സ്വന്തം വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോവുകയാണ്. ആ വീട്ടിലേക്ക് കടന്നു പോയപ്പോൾ അബൂബക്കർ തങ്ങൾക്ക് കുറച്ച് ബോധം വന്നു. ബോധം വന്നപ്പോൾ തന്നെ ആദ്യമായി ചോദിക്കുന്നത്, എന്റെ ഹബീബിന്റെ അവസ്ഥ എന്താണ്, എന്റെ ഹബീബിന്റെ അവസ്ഥ എന്താണ്? ആളുകളുടെ ഇടയിലാക്കിയിട്ട് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുറൈശികൾ എന്തെങ്കിലും ചെയ്തോ എന്നാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യമായി ചോദിക്കുന്നത്. അവിടെ സ്വന്തം ശരീരത്തിന്റെ രക്ഷ ചോദിക്കുന്നില്ല, മർദ്ദനത്തിന്റെ മുറിവുകളുടെ വേദന അവിടെ ഒന്നുമല്ല, അവിടെ പ്രശ്നമായി കടന്നു വരുന്നില്ല. ആദ്യം ചോദിക്കുന്നത് മുഹമ്മദ് നബിയെ കുറിച്ചാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, അവസാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ഹബീബായ പ്രവാചകന്റെ പുഞ്ചിരിക്കുന്ന പൂവദനം കണ്ടപ്പോഴാണ് അവിടുത്തെ വേദനയ്ക്ക് അല്പം ശിഫ ഉണ്ടായത്, അവിടുത്തെ വേദനയ്ക്ക് അല്പം അറുതി ഉണ്ടായതെന്ന് ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതല്ലേ മുഅ്മിനീങ്ങളെ ഏറ്റവും വലിയ ഹുബ്ബ്? പരിശുദ്ധമാകുന്ന റബീഉൽ അവ്വൽ മാസം കടന്നു വരുമ്പോൾ മാത്രം ഓതാനുള്ളതാണോ ഹബീബായ പ്രവാചകന്റെ മൗലിദുകൾ? ആ ഹബീബായ പ്രവാചകന്റെ മൗലിദുകളും അതുപോലെ തന്നെ സ്വലവാത്തുകളും അതുപോലെ തന്നെ പ്രകീർത്തനത്തിന്റെ മജ്ലിസുകളെല്ലാം റബീഉൽ അവ്വൽ മാസം കടന്നു വരുമ്പോൾ മാത്രമാണോ മുഅ്മിനീങ്ങളെ നമ്മൾ ഓതേണ്ടത്? അല്ല. യഥാർത്ഥമായ ഒരു മുഹബ്ബിന്റെ മനോമുഖരങ്ങളിൽ പ്രകീർത്തനത്തിന്റെ പ്രകാശങ്ങൾ കടന്നു വരേണ്ടത്. ഹബീബായ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ പോലും എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരഞ്ഞു പോയ സ്വഹാബികളെന്റെ പ്രിയമുള്ളവരെ ചരിത്രങ്ങൾ നമുക്ക് വായിക്കാൻ സാധിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട സൗബാൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. ആരാണ് സൗബാൻ എന്നറിയുമോ? വല്ലാത്ത ശരീര ഗാംഭീര്യമുള്ള ഒരു സ്വഹാബിയാണ്. നല്ല വെളുത്തു തുടുത്തിരിക്കുന്ന നല്ല ശരീരമുള്ള സൗബാൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സ്വഹാബി ഒരു ദിവസം അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകന്റെ അടുക്കലേക്ക് കടന്നു വന്നപ്പോൾ നബി തങ്ങൾ സൗബാനിനോട് ചോദിക്കുകയാണ്, മോനെ സൗബാനെ, നിന്റെ ഗാംഭീര്യമെല്ലാം എവിടെ പോയടാ? നല്ല വെളുത്തിരുന്നു നിന്റെ മുഖം, എന്തുകൊണ്ടാണ് നിറവ്യത്യാസം കടന്നു വന്നതെന്ന് സൗബാൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സ്വഹാബിയോട് അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ ചോദിച്ചപ്പോൾ സൗബാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബിയേ, അങ്ങയോടുള്ള എന്റെ സ്നേഹം അവർണ്ണനീയമല്ല നബിയേ,
അങ്ങയോടുള്ള എന്റെ സ്നേഹം അത് വിവരണാതീതമല്ലേ നബിയേ? ഞാനൊന്ന് മരിച്ചു പോയാൽ പിന്നെ എങ്ങനെയാ നബിയെ അങ്ങയൊന്ന് കാണുന്നത്? ജീവനോടെ ഇരിക്കുമ്പോൾ അങ്ങയെ കാണണമെങ്കിൽ എനിക്ക് ഓടി വന്ന് മദീന മുനവ്വറയിൽ കൊട്ടി വിളിച്ചിട്ട് അങ്ങയെ കാണാം. അല്ലെങ്കിൽ എന്തെങ്കിലും ആപരാധി വരുമ്പോ അങ്ങയുടെ അടുത്ത് വന്ന് അതൊക്കെ പറഞ്ഞ് പരിഹാരമുണ്ടാക്കാം. പക്ഷേ ഞാനൊന്ന് മരിച്ചു പോയാൽ അങ്ങ് എങ്ങനെയാ നബിയേ ഞാൻ കാണുന്നതെന്ന് സൗബാൻ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. അതല്ല, ഞാൻ ഇനി മരിച്ചിട്ട് നരകത്തിലെങ്ങാണമാണ് പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ സ്വർഗത്തിന്റെ ഏറ്റവും അവസാനത്തെ തട്ടിലാണ് ഞാൻ പോകുന്നതെങ്കിൽ അങ്ങ് എങ്ങനെയാ നബിയെ ഞാൻ കാണുന്നതെന്നുള്ള ചിന്ത എന്റെ മനോമുഖരങ്ങളിൽ കടന്നു വന്ന് വല്ലാത്ത വ്യതയും പ്രയാസവും കാരണത്താലാണ് എന്റെ ശരീരം എരിഞ്ഞു പോയത്, എന്റെ നിറം മങ്ങിപ്പോയതെന്ന് സൗബാൻ റളിയല്ലാഹു തആല അവിടുന്ന് പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഹുബ്ബിന്റെ വരികൾ തീരുന്നില്ല. ആ ഹബീബായ പ്രവാചകനോടുള്ള അടങ്ങാത്ത സ്നേഹം തന്നെയാണ് പരിശുദ്ധമാകുന്ന സ്വഹീഹുൽ ബുഖാരിയിൽ അടക്കം മുസ്ലിമിൽ അടക്കം ഏതൊക്കെ തന്നെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളുണ്ടോ അതിന്റെ ഹദീസുകളൊന്ന് നമ്മൾ വായിച്ചു നോക്കിയാൽ സ്വഹാബാക്കളുടെ സ്നേഹം തുളുമ്പുന്ന വാക്കുകളാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നമുക്ക് വായിച്ചറിയാൻ സാധിക്കുന്നത്. എന്തിനേറെ പറയണം പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വകുലത്തിന് മുഴുവനും അവതരിപ്പിച്ച പരിശുദ്ധമാകുന്ന കറകളഞ്ഞ ഗ്രന്ഥമാണല്ലോ ഖുർആൻ. ആ ഖുർആനിൽ തന്നെ ഹബീബായ പ്രവാചകനോടുള്ള അടങ്ങാത്ത സ്നേഹം തക്കം കിട്ടുമ്പോഴെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തുകളായി ഇങ്ങനെ പറഞ്ഞു തരികയാണ്. പ്രിയമുള്ളവരെ, അബ്ദുർ റബ്ബ് എന്ന് പറയുന്ന ഒരു സ്വഹാബി റസൂലുള്ളാഹി തങ്ങളുടെ കാലത്ത് ജീവിച്ചിരുന്നു. അബ്ദുർ റബ്ബ് എന്ന് പറയുന്ന ഒരു സ്വഹാബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ജീവിച്ചിരുന്നു. അദ്ദേഹം നല്ലൊരു കർഷകനായിരുന്നു. നല്ല വിളകൾ, നല്ല കളകൾ, നല്ല വൃത്തിയായി പ്രകൃതിക്ക് ദോഷമുണ്ടാക്കാത്ത രൂപത്തിലുള്ളതായ ധാന്യങ്ങളെല്ലാം നല്ല രൂപത്തിൽ വിത്തിറക്കി വിതയ്ക്കുന്ന നല്ല വ്യക്തിയായിരുന്നു അദ്ദേഹം. ഒരു ദിവസം അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ ഇങ്ങനെ അവിടെ നിന്നെന്തോ നട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകന്റെ മരണവാർത്ത, വഫാത്തിന്റെ വാർത്ത മദീന മുഖരിതമാവുകയാണ്. പ്രിയമുള്ളവരെ, ഒരു സ്വഹാബി കിതച്ചുകൊണ്ട് കടന്നു വന്ന് അബ്ദുർ റബ്ബിനോട് പറയുകയാണ്, നമ്മുടെ റസൂലുള്ളാഹി ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. ഇത് കേട്ടപാടെ ബഹുമാനപ്പെട്ട അബ്ദുർ റബ്ബ് എന്ന് പറയുന്ന ആ സ്വഹാബി തന്റെ കരങ്ങളിൽ നിന്ന് പിക്കാസ് എടുത്ത് തറയിലേക്ക് ആഞ്ഞു വെട്ടിയിട്ട് പറയുകയാണ്, അല്ലാഹുമ്മ ഖുദ് ബസരി ഹത്താ ലാ അറാ അഹദൻ ബഅദ റസൂലില്ലാഹ്. അല്ലാഹുവേ, നിന്റെ ഹബീബിനെ കാണാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ട് ഞാൻ. നിന്റെ ഹബീബിന്റെ ചാരത്തിരിക്കാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ട് ഞാൻ. ആ ഹബീബിനെ കാണാത്ത കണ്ണിന് എനിക്ക് വേണ്ട എന്ന് അബ്ദുർ റബ്ബ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട സ്വഹാബി അല്ലാഹുവിലേക്ക് പറയുകയാണ്. ആ നിമിഷം തന്നെ പ്രിയമുള്ളവരെ, ഫഹദല്ലാഹു ബസറഹു, ആ പ്രിയപ്പെട്ട സ്വഹാബിയുടെ കാഴ്ച അല്ലാഹു സുബ്ഹാനഹു വ തആല തിരികെ എടുക്കുകയാണ്. നബി തങ്ങളെ കാണാത്ത കണ്ണിന് എനിക്ക് വേണ്ട. എന്റെ മക്കളുണ്ടെങ്കിലും ഭാര്യമാരുണ്ടെങ്കിലും എനിക്കൊരുപാട് സ്വത്ത് സമ്പാദ്യങ്ങളുണ്ടെങ്കിലും അതിലേക്കൊന്നും എന്റെ കാഴ്ച ഞാൻ വീക്ഷിക്കുകയില്ല. എന്റെ ഹബീബായ പ്രവാചകന്റെ മുഖകമലങ്ങളില്ലാത്ത ഈ ഭൂമി ലോകം എനിക്ക് കാണണ്ട എന്ന് ബഹുമാനപ്പെട്ട അബ്ദുർ റബ്ബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ഇടിമുഴക്കത്തോടുകൂടി മഹബ്ബത്തിന്റെ വരികളിൽ രേഖപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബുദ്ധിയില്ലാത്തവരാണ് സ്വഹാബികൾ, ബുദ്ധിയില്ലാത്തവരാണ് സ്വഹാബികൾ, ഒരിക്കലുമല്ല. എന്തുകൊണ്ടാണ് ഹബീബായ പ്രവാചകനോട് ഇത്രത്തോളം സ്നേഹം അവർക്ക് കടന്നു വന്നത്? കാരണം ഉമ്മത്തിന് വേണ്ടി ജീവിച്ചവരാണ് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്നേഹം, പ്രിയമുള്ളവരെ, നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരങ്ങളിൽ ഒരു സ്വലാത്ത് ചെല്ലാതെ ഒറ്റ ഒരാളുടെ നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കില്ല. ഇനി ഏത് നിസ്കാരമാണെങ്കിലും ആ നിസ്കാരത്തിൽ സ്വലാത്ത് ഉണ്ടെങ്കിൽ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിസ്കാരം സ്വീകരിക്കുകയുള്ളൂ.
പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വളരെ വേഗം സംസ്കരിക്കപ്പെടേണ്ടതായ മയ്യത്ത് നിസ്കാരത്തിൽ പോലും സ്വലാത്തില്ലാതെ ആ നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കൂല. ഇബ്രാഹിമിയ സ്വലാത്ത് അതറിയാത്തവർക്ക് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം അത് പറയണം. അല്ലാതെ അവരുടെ നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കില്ല. കാരണം അതും ഒരു മഹബ്ബത്താണ്. മഹബ്ബത്തും മിനല്ലാഹി ഇല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരുപാട് ആഗ്രഹങ്ങൾ സബലീകരിക്കുവാനും ഒരുപാട് ലക്ഷ്യങ്ങൾ കാണാനുമെല്ലാം നല്ല നിയത്തോടു കൂടി ഒരുപാട് മുഅ്മിനീങ്ങൾ നമ്മുടെ ഈ സ്വതക്ക സമാഹരണത്തിലേക്കെല്ലാം സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നും പാഴാകാതെ അതിന് തക്കവണ്ണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ അമലുകളാക്കി ആ സ്വതക്കകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ.